ഇന്ന് എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലെ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനാധാരമായ കാര്യം നേരത്തെ സഖാവ് വാസുദേവൻ വളരെ വിശദമായിട്ട് സംസാരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു മാസക്കാലമായി നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ ചൊല്ലിയുള്ള സമരങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉള്ളിലും പാർലമെന്റിന് പുറത്തും അതുപോലെ തന്നെ ഡൽഹിയിലും രാജ്യത്താകമാനവും സമരം തീവ്രമായി നടക്കുകയായിരുന്നു ഇന്ന് ഉച്ചവരെ. അതിനാധാരമായ വിഷയം ഈ രാജ്യത്തിനകത്ത് നീറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ കേന്ദ്ര ഗവൺമെന്റ് ചുമതലപ്പെടുത്തുന്ന, കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തുന്ന ഒരു ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തുന്നത്. ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയുടെ 2 ദിവസം മുൻപേ ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട ട്യൂഷൻ സെന്ററുകാർക്കൊക്കെ ലഭിക്കുക, കോച്ചിങ് സെന്ററുകാർക്ക് ലഭിക്കുക. ആ കോച്ചിങ് സെന്ററുകാർ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് അവരുടെ ട്യൂഷനുകൾ പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കുമായ കുട്ടികൾക്ക് വിൽക്കുകയാണ്. ആ വിവരം ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കിന് എഴുതുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കറിയില്ല. കേരളത്തില് നീറ്റ് പരീക്ഷ എഴുതുന്നത് ലക്ഷക്കണക്കിന് കുട്ടികളാണ്. ഏകദേശം 2.5 ലക്ഷത്തോളം കുട്ടികൾ കേരളത്തിൽ മാത്രം നീറ്റ് പരീക്ഷ എഴുതും. പഴയന്നൂർ പഞ്ചായത്തിൽ തന്നെ ഏകദേശം +2 കഴിഞ്ഞ് ഉപരിപഠനം ആഗ്രഹിക്കുന്ന, ഡോക്ടറാവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ എല്ലാ പഞ്ചായത്തുകളിലുമുണ്ട്. അവരെല്ലാവരും അവരുടെ സമ്പത്തനുസരിച്ച്, സാമ്പത്തിക നിലയനുസരിച്ച് പറ്റാവുന്ന കോച്ചിങ് സെന്ററുകളിൽ പോയി 1 കൊല്ലക്കാലം പരിശീലനം നടത്തി നീറ്റ് പരീക്ഷ എഴുതുകയാണ്. ചില കുട്ടികൾ 1 കൊല്ലമല്ല, റിപ്പീറ്റ് അടിക്കുകയാണ്. 2-3 തവണ നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികളും കേരളത്തിലുണ്ട്. അങ്ങനെ നീറ്റ് എഴുതുന്നത് അവരുടെ വീട്ടുകാർക്കും അവർക്കുമുള്ള ഒരു വലിയ ആഗ്രഹമാണ്. രാജ്യത്തിനകത്ത് ഡോക്ടറാവാൻ, എഞ്ചിനീയർ ആവാൻ, അതുപോലെയുള്ള ഉന്നതമായ വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടുന്നതിന് വേണ്ടി റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയുള്ള കഠിനമായ അധ്വാനത്തിന്റെ ഭാഗമായാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. നീറ്റ് പരീക്ഷ എഴുതിയതിനു ശേഷമാണ് രാജ്യത്തിനകത്തെ കുട്ടികൾ അറിയുന്നത് ആ പരീക്ഷ പേപ്പർ രാജ്യത്തിനകത്തെ പല കുട്ടികൾക്കും ലഭ്യമായിരിക്കുന്നു. പലരും അത് നോക്കി വാട്സാപ്പിൽ അയക്കുകയും ചോദ്യങ്ങൾ അതേപടി വരികയും ചെയ്യുകയും എഴുതുകയും ചെയ്യുന്നു. അങ്ങനെ വന്നത് ഇന്ത്യ രാജ്യത്തിനകത്തെ നീറ്റ് പരീക്ഷാ പേപ്പറിന്റെ ചോദ്യ പേപ്പർ ചോർന്നിരിക്കുന്നു എന്ന് പുറത്തു വന്നപ്പോൾ ആ ഏജൻസി ആ പരീക്ഷ ക്യാൻസൽ ചെയ്തു. പരീക്ഷ ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. ഒരു 3 മണിക്കൂർ നേരത്തെ, അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ, അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ പരീക്ഷകൾ ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിനകത്ത് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ പരീക്ഷയുണ്ടായി PSC. നമ്മളിപ്പോ ഇന്ത്യ രാജ്യത്ത് പോയി വട്ടം തിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിനകത്ത് VD സതീശന്റെ ഗവൺമെന്റ് നടത്തിയ, സർക്കാർ നടത്തിയ, UDF സർക്കാർ നടത്തിയ PSC പരീക്ഷയുണ്ട്. 2 ആഴ്ചയായിട്ടുള്ളൂ. ആ 2 ആഴ്ച മുൻപ് നടത്തിയ PSC പരീക്ഷ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിനുള്ള പരീക്ഷയാണ്. ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ, CCTV എവിടുന്ന് മേടിക്കണം, എവിടെ സർവീസ് ചെയ്യണമെന്ന സംശയത്തിലാണോ? ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിലും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോൾ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു? കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ്, ഡെസ്ക്ടോപ്പ് ആക്സസറീസ്, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിംഗ്, CCTV ഇൻസ്റ്റലേഷൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം